ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുടിയിൽ ഇനി ചെയ്യാനായിട്ട് ബാക്കിയൊന്നുമില്ല. മുടി കൊഴിച്ചിൽ കാരണം ഒരു രക്ഷയില്ല. മുടിക്ക് ഒട്ടും ഉള്ളു വെക്കുന്നില്ല, നീളം വെക്കുന്നില്ല എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം മുടിയിൽ തേച്ചു കൊടുത്താൽ മതി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. എന്തൊക്കെ തേച്ചിട്ടും റിസൾട്ട് കിട്ടാതിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഞാൻ ഇന്ന് പറഞ്ഞിരുന്ന ഹെയർ പാക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. 100 അല്ല 101% നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. മുടി കൊഴിച്ചിൽ മാറി മുടിയൊക്കെ നല്ല തിക്കായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഹെയർ പാക്ക് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ട്. ഇതുണ്ടോ, ഹെയർ ഒക്കെ നല്ല രീതിയിൽ തലയോട്ടിയിൽ നിന്ന് തന്നെ വളർന്നു വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണിത്. ചെറിയ ചെറിയ മുടികളൊക്കെ നല്ല രീതിയിൽ കിളിർത്ത് വരും. അപ്പോൾ ഇവിടെ കാണിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. എൻ്റെ മുടി നല്ല രീതിയിൽ നീട്ടം വെച്ചിട്ടുണ്ട്, മുടിക്ക് ഉള്ളും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും. മുടി നല്ല നീളത്തോടെ നല്ല ഉള്ളോടെ വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്, അഥവാ ചണവിത്ത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഹെയർ പാക്കാണ്, എന്നാൽ നമ്മളിതൊരു ജെൽ പരുവത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം കുതിർക്കാനായിട്ട് വെച്ചിട്ടൊന്നുമില്ല, ഒരു 2 മണിക്കൂർ മാത്രം വെച്ചിരുന്നാൽ മതി. കഴുകിയതിന് ശേഷം വേണം വെള്ളത്തിൽ ഇടാനായിട്ട്. അപ്പം നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളത്തോട് കൂടെ നമുക്ക് ഈ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്തിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അലോവേരയുടെ ജെല്ലാണ്. അപ്പം ഞാൻ ഇന്നലെ അലോവേരയുടെ ലീഫ് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ ജെല്ലൊക്കെ എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അലോവേരയുടെ ജെല്ലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. അതുമല്ല, മുടിക്ക് പെട്ടെന്ന് ഒരു ഉള്ളും വെക്കും. നമുക്ക് തലയോട്ടിയിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. ചെറിയ മുടികളൊക്കെ ധാരാളം കിളിർത്ത് വരും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പം തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ കുറച്ചിട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. സ്പൂൺ വെച്ചിട്ട് നമ്മളിങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ ഒരു ജെൽ പരുവത്തിലാവും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനായിട്ടുണ്ട്. ഇതാണെങ്കിൽ ആര്യവേപ്പിലയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ് ആര്യവേപ്പില. മുടി വളരാനായിട്ട് ഒരുപാട് നല്ലതാണ്, താരം പോകാനായിട്ട് നല്ലതാണ്, അതുപോലെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറ്റിയെടുക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ് ആര്യവേപ്പില നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തൊക്കെ തലയിൽ തേച്ചിട്ടും മുടി വളരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. മുടിക്ക് ഉള്ളു വെക്കാൻ എന്ത് ചെയ്യണം, മുടിക്ക് നീട്ടം വെക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ. തലയോട്ടിയിലും മുടിയിലൊക്കെ ഒരുപാട് ചെളി പറ്റിപ്പിടിച്ചിരിക്കാതെ നോക്കണം. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും മൈൽഡായിട്ടുള്ള ഷാമ്പോ, ബേബി ഷാമ്പോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുക. താളിയൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ മുടിക്ക് മാച്ചായിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കുക. വൈറ്റമിൻസ്, പ്രോട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ധാരാളം കഴിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. ആര്യവേപ്പില ഞാൻ 1 കപ്പ് ആര്യവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പില എന്ന് പറയുന്നത്. കറിവേപ്പില മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി ഉള്ളോടെ വളരാനും നീളത്തോടെ വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. 2 or 3 പ്രാവശ്യമൊക്കെ ആഴ്ചയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമ്മുടെ ജെല്ല് തയ്യാറായിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടെ വേണം അരിച്ചെടുക്കാനായിട്ട്. കൈ പൊള്ളുന്ന ചൂടോടൊന്നും ആരും അരിച്ചെടുക്കരുത്. ചെറിയ നേരത്തെ ഒരു ചൂടേ ആകാവുള്ളൂ. ഫ്ലാക്സ് സീഡിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്, വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടി വളരാനായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ചണവിത്ത് എന്ന് പറയും. ഇത് നമുക്ക് അങ്ങാടി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഉലുവയാണെങ്കിൽ താരം പോകാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. ഉലുവയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മുടിക്ക് ഉള്ളു വെക്കാനും മുടിക്ക് നീട്ടം വെക്കാനും മുടി നല്ല ആരോഗ്യത്തോട് വളരാനും മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനൊക്കെ വളരെ നല്ലതാണ് ഉലുവയും ഫ്ലാക്സ് സീഡും നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. സ്റ്റീലിൻ്റെ അരിപ്പ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ അരിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനൊരു നെറ്റിൻ്റെ തുണി ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്.
ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി. ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തൊന്നും വെക്കരുത്. നമ്മൾ എന്നാണ് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് അന്ന് തന്നെ വേണം നമ്മളിത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. നല്ലതുപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നമുക്ക് ബാലൻസ് വരുന്ന ഉലുവയും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ തിളപ്പിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തിളപ്പിക്കുന്നത് ഞാൻ എടുക്കും, രണ്ടാമത് ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കും, അത് ഞാൻ മക്കൾക്ക് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അന്ന് തന്നെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ, പിന്നത്തേക്കൊന്നും വെക്കാറില്ല. അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ജെൽ പരുവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആര്യവേപ്പിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനാണെങ്കിൽ ആ നെറ്റിൻ്റെ തുണി ഉപയോഗിച്ചിട്ട് തന്നെയാണ് അരിച്ചെടുത്തിരിക്കുന്നത്. നല്ല വൃത്തിക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ തലയിലൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം നമുക്ക് ഈ ആര്യവേപ്പിൻ്റെ ജ്യൂസ് തലയിൽ തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൊറിച്ചിലൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും. തലയോട്ടിയിൽ പൊടിയായിട്ടുള്ള താരനുണ്ടല്ലോ, അത് മാറ്റിയെടുക്കാനും നല്ലതാണ്. നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ ജ്യൂസ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് ടിപ്പാണ് കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജെല്ലുണ്ടല്ലോ, ആ ജെല്ലിലേക്ക് നമ്മളിപ്പം എടുത്തിരിക്കുന്ന ആര്യവേപ്പിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്കിത് ഒരു പ്രാവശ്യം തന്നെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു റിസൾട്ട് കണ്ടറിയാനായിട്ട് സാധിക്കും കേട്ടോ. ലൈവായിട്ട് നമുക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും. തലയോട്ടിയിലൊക്കെ നല്ല രീതിയിൽ മുടി കിളിർത്ത് വരും, താരൻ മാറ്റിയെടുക്കാനായിട്ട് പറ്റും, മുടിക്ക് ഉള്ളു വെക്കും. ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിലും 3 മാസമെങ്കിലും റെഗുലറായിട്ട് നമ്മളിത് ഉപയോഗിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് പോകുന്നത്. കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. ഞാനാണെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ചില്ലിൻ്റെ പാത്രം ആയതുകൊണ്ട് അതിലേക്ക് മാറ്റാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ ഈ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഹെയർ പാക്ക് മുടിയിലൊക്കെ തേച്ച് കൊടുക്കുന്ന സമയത്ത് മക്കൾക്കാണ് തേച്ച് കൊടുക്കുന്നതെങ്കിൽ 5 മിനിറ്റ് നേരം മാത്രമേ വെയിറ്റ് ചെയ്യാവുള്ളൂ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം അവർക്കും തേച്ച് കൊടുത്താൽ മതി. മുടിക്ക് പെട്ടെന്ന് ഉള്ളു വെക്കും. നമ്മളെക്കാൾ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. താരം പോകാനാണെങ്കിലും മുടിക്ക് ഉള്ളു വെക്കാനാണെങ്കിലും മുടിക്ക് നീട്ടം വെക്കാനായിട്ടൊക്കെ നല്ലതാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ മുടിയിൽ നമ്മൾ തേച്ച് കൊടുക്കുമ്പം ഒരു ദിവസം മുമ്പേ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. മുടി ഷാമ്പു ഇട്ടിട്ട് തന്നെ വാഷ് ചെയ്യുക. അപ്പം തലയോട്ടിയിലാണ് നമ്മളിത് മെയിനായിട്ടും തേച്ച് പിടിപ്പിക്കേണ്ടത്. മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. സ്പ്ലിറ്റ് എൻഡ്സ് മാറ്റിയെടുക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഒക്കെ മാറിക്കിട്ടും. പിന്നെ മുടിയുടെ അറ്റിങ്ങനെ ചകിരി പോലെ ഇരിക്കുമല്ലോ, അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നല്ല ആരോഗ്യമുള്ള മുടി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ക്ലിപ്പിട്ട് വെക്കാൻ പോലും മുടിയില്ല, കുഴിവാല് പോലെയാണ് മുടി ഇരിക്കുന്നത് എന്നൊക്കെയുള്ളവർക്ക് 3 മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് നല്ല ഉള്ളോട് കൂടിയുള്ള മുടി കിട്ടും. ക്ലിപ്പിട്ട് വെക്കാൻ പാകത്തിന് നല്ല ഉള്ളുള്ള മുടി നിങ്ങൾക്ക് കിട്ടും. അപ്പം നല്ല രീതിയിൽ തന്നെ ഞാൻ മുടിയിലും തലയോട്ടിയിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഹെയർ പാക്ക് തലയോട്ടിയിൽ തേച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഓയിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ 15 മിനിറ്റ് നേരം മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഹെയർ വാഷ് ചെയ്തെടുക്കണം. നല്ല തണുപ്പാണ് ഈ ഹെയർ പാക്കിന്. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു.